ഹലോ ഹായ് എല്ലാവർക്കും 2080 ആദ്യത്തെ ന്യൂസ് ബുള്ളറ്റിനായ ന്യൂസ് 2K50 സ്വാഗതം. ഞാൻ വിഷ്ണു ജേക്കബ് മുഹമ്മദ്. എനിക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയവുമില്ല, ഭാര്യയില്ല, മക്കളില്ല, അതുകൊണ്ട് ബാധ്യതകളുമില്ല. അച്ഛനും അമ്മയും ഉണ്ട് ഏതോ വൃദ്ധസദനത്തിൽ, എവിടെയാണെന്ന് എനിക്ക് അറിയുക കൂടിയില്ല. ഞാൻ 2K50 ലേറ്റസ്റ്റ് ജനറേഷന്റെ പ്രതിനിധി വിഷ്ണു ജേക്കബ് മുഹമ്മദ്. വെൽക്കം ഓൾ. ചന്ദ്രനിൽ വർഗീയ കലാപം, നിരവധി ആളുകൾക്ക് പരിക്ക്. ചന്ദ്രനിലെ ഏതോ വിദൂര പ്രദേശത്തിന്റെ നിയന്ത്രണം അവകാശപ്പെട്ട് രണ്ട് വിഭാഗക്കാർ തമ്മിൽ തുടങ്ങിയ തർക്കമാണ് വളരെ വലിയ വർഗീയ കലാപത്തിലേക്ക് വഴിമരുന്നിട്ടത്. ഈ കലാപത്തിൽ ഇതുവരെ ഏകദേശം 1000-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ശുക്രനിൽ നിന്നും ചൊവ്വയിൽ നിന്നുമൊക്കെ നിരവധി പട്ടാള യൂണിറ്റുകൾ ഈ കലാപം അടിച്ചമർത്താൻ വേണ്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ ചന്ദ്രനിലെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള നിയമസഭയിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഇലക്ഷനിൽ മുഖ്യ പ്രതിപക്ഷമായ കേരള ബംഗാളീസ് പാർട്ടി അഥവാ KBP 3/2 ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തി. KBPയുടെ നേതാവ് രാംകുമാർ ദന്തോപാധ്യായ മുഖ്യമന്ത്രിയാകും എന്നാണ് റിപ്പോർട്ടുകൾ. KBP അധികാരത്തിലെത്തിയതോടുകൂടി അവരുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് വാഗ്ദാനവും ചർച്ചയാവുകയാണ്. തങ്ങൾ അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ പേര് സൗത്ത് ബംഗാൾ എന്നാക്കി മാറ്റും എന്നാണ് അവരുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. കേരളത്തിൽ 70% ജനങ്ങളും ബംഗാളികളോ ബംഗാൾ വംശജരോ ആണെന്നാണ് അവരതിന് പറയുന്ന കാരണം. അതിനിടെ 3 മലയാളികൾ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയത് ന്യൂനപക്ഷമായ മലയാളികൾക്ക് ആശ്വാസമായിട്ടുണ്ട്. കേരളത്തിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിലും യൂറോപ്യൻ രാജ്യമായ ലക്സംബർഗിലെ അവസ്ഥ നേരെ മറിച്ചാണ്. ലക്സംബർഗിലെ ഒരു ചെറു പട്ടണമായ മുള്ളൻഡോർഫിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളികൾ പ്രതിഷേധത്തിലാണ്. കാരണം എന്താണെന്നറിയണ്ടേ? ഈ പട്ടണത്തിൽ 90% മലയാളികളാണ്. അതുകൊണ്ട് പട്ടണത്തിന്റെ പേര് ലിറ്റിൽ കേരളം അഥവാ ചെറിയ കേരളം എന്നാക്കി മാറ്റണം എന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. അതുമാത്രമല്ല, പട്ടണത്തിൽ മലയാളം സിലബസ് സ്കൂളുകൾ തുടങ്ങണം എന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും മലയാളികളെ പേടിച്ച് വെറും 10% മാത്രം വരുന്ന തദ്ദേശീയർ ഈ നഗരത്തിൽ നിന്നും പലായനം ആരംഭിച്ചിട്ടുണ്ട്. മലയാളി പൊളിയല്ലേ? കൊച്ചിയിൽ നിന്നും വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ കൊച്ചി നഗരത്തിൽ ആവശ്യത്തിലധികം ഓക്സിജൻ വലിച്ചു കയറ്റിയതിന് വൈറ്റില സ്വദേശിയായ യുവാവിനെ കോടതി 3 മാസം തടവിന് വിധിച്ചു. മാത്രമല്ല, ഇനി ആവശ്യത്തിലധികം ഓക്സിജൻ വലിച്ചു കയറ്റില്ല എന്ന 3 ജാമ്യക്കാരുടെ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഇയാളെ ജാമ്യത്തിലും വിടൂ. നിർഭാഗ്യവശാൽ ജാമ്യക്കാരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അതിനിടെ വലിച്ചു കയറ്റുന്ന ഓക്സിജന്റെ അളവ് രേഖപ്പെടുത്തുന്ന ഉപകരണം കൊച്ചി നഗരവാസികളിൽ സ്ഥാപിക്കുന്ന പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. പദ്ധതി വിജയമായാൽ കേരളത്തിലെ മറ്റു നഗരങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാനും നീക്കമുണ്ട്. ഓക്സിജൻ സിലിണ്ടറിനും കുപ്പിവെള്ളത്തിനും വില കുതിച്ചുയരുന്നു. കേരളത്തിൽ 1 ലിറ്റർ പോർട്ടബിൾ ഓക്സിജൻ സിലിണ്ടറിന്റെ വില ഇന്നലെ 50,000 രൂപ കടന്നു. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ അധികം താമസിയാതെ വില 1 ലക്ഷം രൂപയിലേക്ക് എത്തും എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ 1 ലിറ്റർ കുപ്പിവെള്ളത്തിന്റെ ഇന്നലത്തെ വില 2000 രൂപയായിരുന്നു. ഈ കണക്കിന് പോയാൽ 1 വർഷത്തിനുള്ളിൽ ഇത് 5000-ലേക്ക് എത്തും എന്നാണ് റിപ്പോർട്ടുകൾ. എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ 30-കാരനായ യുവാവ് ഒറ്റ പ്രസവത്തിൽ 4 കുട്ടികൾക്ക് ജന്മം നൽകി. ഇദ്ദേഹത്തിന്റെ 2ാമത്തെ പ്രസവമാണിത്. ആദ്യത്തെ പ്രസവത്തിൽ 1 കുട്ടിയുണ്ട്. കഴിഞ്ഞ വർഷം മുംബൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒറ്റ പ്രസവത്തിൽ ഒരു യുവാവ് 3 കുട്ടികൾക്ക് ജന്മം നൽകിയിരുന്നു. ആ റെക്കോർഡാണ് തമ്മനം സ്വദേശിയായ ദീപക് ചാറ്റർജി എന്ന യുവാവ് മറികടന്നത്. തന്റെ ഭർത്താവിൽ ഇനിയും തനിക്ക് കുട്ടികൾ വേണം എന്നാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അഭിപ്രായം. എന്നാൽ താൻ ഇനി ഈ കലാപരിപാടിക്കില്ല എന്ന് ദീപക് ചാറ്റർജി ഉറപ്പിച്ചു പറയുന്നു. അത് കാത്തിരുന്ന് കാണാം. എന്തായാലും അച്ഛനും കുട്ടികളും സുഖമായിരിക്കുന്നു. റോബോട്ട് ദമ്പതികൾക്ക് കുട്ടി ജനിച്ചു. തിരുവനന്തപുരത്ത് ഇന്നലെയാണ് സ്വകാര്യ ആശുപത്രിയിൽ റോബോട്ട് ദമ്പതികളായ മലയാളി ചാത്തുണ്ണി റോബോട്ടിനും ചൈനക്കാരിയായ ഹാൻ ചാൻ ചുന്നിനും കൃത്രിമ ഗർഭധാരണത്തിലൂടെ റോബോട്ടിക് കുട്ടി ജനിച്ചത്. കുട്ടി സുഖമായിരിക്കുന്നു. ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണെന്നും കുട്ടികൾക്കായി കാത്തിരിക്കുന്ന അനേകം റോബോട്ട് ദമ്പതികൾക്ക് ഇത് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണെന്നും ഓൾ കേരള റോബോട്ട് അസോസിയേഷൻ അഥവാ അക്രോയുടെ സംസ്ഥാന പ്രസിഡന്റ് ശശികുമാർ റോബോട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ കോളേജുകൾ വൃദ്ധസദനങ്ങളായി മാറുന്നു. +2-ന് ശേഷം വിരലിലെണ്ണാവുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് ഇന്ന് കേരളത്തിൽ ഉപരിപഠനം നടത്തുന്നത്. 99% വിദ്യാർത്ഥികൾ കേരളം വിട്ടുപോവുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒറ്റ വിദ്യാർത്ഥി പോലും അഡ്മിഷൻ നേടാത്ത കോളേജുകളും കേരളത്തിലുണ്ട്. കേരളത്തിലെ കോളേജുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ വൃദ്ധസദനങ്ങളുടെ അവസ്ഥ നേരെ മറിച്ചാണ്. പല വൃദ്ധസദനങ്ങളിലും അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യങ്ങളാണ്.
ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്തിട്ട് പോലും തങ്ങളുടെ മാതാപിതാക്കൾക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന വൃദ്ധസദനങ്ങളിൽ അഡ്മിഷൻ ലഭിക്കുന്നില്ല എന്നാണ് മിക്ക മക്കളുടെയും പരാതി. ഇതിനൊരു പരിഹാരമായിട്ടാണ് പൂട്ടിക്കിടക്കുന്ന കോളേജുകൾ വൃദ്ധസദനങ്ങളാക്കി മാറ്റാൻ മാനേജ്മെന്റുകൾ തയ്യാറെടുക്കുന്നത്. കാര്യങ്ങൾ ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ അടുത്ത വർഷം മുതൽ വൃദ്ധസദനങ്ങളിൽ അഡ്മിഷൻ ലഭിക്കാൻ ബുദ്ധിമുട്ടാവില്ല എന്ന പ്രതീക്ഷയിലാണ് മിക്ക മക്കളും. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇന്നലെ നടന്ന ഫിഫ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ നിലവിലെ ലോകകപ്പ് റണ്ണേഴ്സ് അപ്പുകളായ ഉഗാണ്ടയോട് 0-നെതിരെ 7 ഗോളുകൾക്ക് പരാജയപ്പെട്ടിരിക്കുന്നു. ഫുട്ബോൾ തങ്ങൾക്ക് പറ്റിയ കളിയല്ല എന്ന് ഇന്ത്യ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വട്ടം റിട്ടയർ ചെയ്ത സുനിൽ ഛേത്രിയെ 64-ാം വയസ്സിൽ തിരിച്ചു വിളിച്ചിട്ടും അത് ഇന്ത്യൻ ടീമിന് മുതലാക്കാനായിട്ടില്ല. ഈ 64-ാം വയസ്സിലും സുനിൽ ഛേത്രിയുടെ സ്റ്റാമിനയുടെയും കളിമികവിന്റെയും 100-ൽ 1 പോലും 20-ഉം 25-ഉം വയസ്സുള്ള മറ്റു കളിക്കാർക്ക് സാധിക്കാത്തത് ലോക ഫുട്ബോളിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ 210-ാം സ്ഥാനത്താണ്. ഇനി IPL വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 42-ാമത് എഡിഷനായ IPL 2050-ൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം 50 ഉയർത്താൻ കഴിഞ്ഞ മാസം ചേർന്ന BCCI യോഗം തീരുമാനിച്ചിരുന്നു. അടുത്ത ആഴ്ച നടക്കുന്ന ടീമുകളുടെ ലേലത്തിലേക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 2000-ഓളം ടീമുകളാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാവേലിക്കര മച്ചാൻസ്, കായംകുളം കാപ്പിരീസ്, ചെങ്ങന്നൂർ ചെക്കൻസ് തുടങ്ങി 100-ഓളം ടീമുകൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ IPL-ൽ കേരളത്തിൽ നിന്നുള്ള മലപ്പുറം മൊഞ്ചൻസ് 4-ാം സ്ഥാനത്തെത്തിയിരുന്നു. അതിനിടെ ഇത്തവണയും തങ്ങളുടെ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി തന്നെയായിരിക്കുമെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ കിട്ടിയ വാർത്ത മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ 2050-ലെ ആദ്യ ചിത്രം പ്രഖ്യാപിച്ചു. ഒരു പുതുമുഖം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ 20-കാരനായ കോളേജ് സ്റ്റുഡന്റ്, 50-കാരനായ അച്ഛൻ, 75-കാരനായ മുത്തച്ഛൻ എന്നിങ്ങനെ 3 കഥാപാത്രങ്ങളായിട്ടായിരിക്കും മമ്മൂട്ടി എത്തുക. 20-കാരൻ കഥാപാത്രത്തിന്റെ നായികമാരായി പഴയകാല നടിമാരായ സുനിത ബൈജുവിന്റെയും അനസൂയ രാജന്റെയും പെൺമക്കളായിരിക്കും എത്തുകയെന്നും റിപ്പോർട്ടിലുണ്ട്. ഇപ്പോൾ അച്ഛൻ കഥാപാത്രങ്ങൾ തിളങ്ങി നിൽക്കുന്ന ജസ്ലിൻ ആയിരിക്കും പ്രധാന വില്ലൻ എന്നും റിപ്പോർട്ടുകളിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡ് സ്വീകരിക്കുന്ന ചടങ്ങിൽ മമ്മൂട്ടി തന്നെയാണ് തന്റെ പുതിയ ചിത്രത്തെ പറ്റി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്. അടുത്തതായി ന്യൂസ് അറ്റ് 10-മായി നമ്മുടെ ആദ്യത്തെ റോബോട്ട് ന്യൂസ് റീഡർ ഭവാനി റോബോട്ട് എത്തുന്നതാണ്. അടുത്ത ദിവസം ഇതേ സമയത്ത് കാണുന്നതുവരെ ഗുഡ് ബൈ.